കരുണാസ് എന്നൊരു സംഘടന ഉണ്ടല്ലേ? അത് അങ്ങനെ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടെന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാണ്. എന്താ ഇങ്ങനെ ഒരു സ്ഥാപനം? കുറെ കാലമായി ഇങ്ങനെ കൂട്ടായ്മ? ഞാനൊരു 7 വർഷത്തോളമായി തുടങ്ങിയിട്ടേക്കണേ. ഞാനും ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ്. ഓ അത് ശരി. അത് കുറെ കാലത്തിന് മുമ്പാണോ അപകടം? 10 വർഷമായി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇതുപോലെ ഒരു ആക്സിഡന്റ് വന്നു, അവളുടെ മകൻ. അപ്പം ഞാനും ഈ വിഷമത്തിലായിരുന്നു. എന്നിട്ടും ഞാൻ അന്ന് അവളെ പോയി ആശ്വസിപ്പിച്ചു. അവളെ നിരന്തരം കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ അവൾക്ക് നല്ലൊരു ആശ്വാസം കിട്ടി. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ അറിയുന്ന ഓരോ ദിക്കിലും ഞാൻ അറിയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോവും, അവരുടെ അടുത്ത് പോയി സംസാരിക്കുക. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ഇപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും അതിശയകരം എന്ന് പറയുന്ന ഒരു 80% ബൈക്ക് ആക്സിഡൻ്റാണ്. പിന്നെ അതിൽ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ 19 വയസ്സ് മുതൽ 25 വയസ്സിനിടയ്ക്കുള്ള കുട്ടികളാണ് കൂടുതലും. ഒരു ശൂന്യതയാണ് ആ വീട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുടുംബം തകരുന്ന ഒരു അവസ്ഥയാണ്. മക്കളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം ഫുള്ള് എന്താ പറയാ, ഒരു ഫുൾ സ്റ്റോപ്പ് പോലെയാണ്. വീണ്ടും ഒന്ന് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ആവശ്യമൊക്കെ വരും. കാര്യം മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത് കൂടുതൽ ഈ 18-നും ഒരു 26 ആ ഏജ് ഫാക്ടറാണ് അത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.